കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാവിലെയും തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കട്ടെ. നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അവിടുത്തെ ശബ്ദം മാത്രം ഞങ്ങളെ കേൾപ്പിക്കണമേ. മനുഷ്യ ശബ്ദം കേൾപ്പാനല്ല, ദൈവശബ്ദം കേൾപ്പാൻ, രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങൾക്കൊന്നിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമം മഹിമപ്പെടട്ടെ. മധ്യകേരള മഹാ ഇടവക CSI സഭയുടെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷനുമായി ബന്ധപ്പെടുത്തി ഈ 4 ദിവസങ്ങൾ വേദപഠനത്തിനായി നമുക്ക് ഒന്നിച്ച് ചേർന്ന് വരുവാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്ക് പ്രത്യേകം നന്ദി പറയും. അതിന് എന്നെ നിയോഗിച്ച CSI മധ്യകേരള മഹാ ഇടവകയോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കട്ടെ. അഭിമന്യ മലയിൽ സാബു ചെറിയാൻ തിരുമേനിയോടും ഈ ബൈബിൾ പഠനങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺസൺ അച്ഛൻ, പ്രിയ AB അച്ഛൻ, പ്രിയപ്പെട്ടവരോടും ഈ നിയോഗത്തിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ കൂട്ടായ്മ നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തെ കാലോചിതമായി നോക്കിക്കാണുന്നതിന് ഇടയാക്കുവാൻ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ചിന്തകളും പഠനങ്ങളും അതിലേക്ക് നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 4 ദിവസങ്ങൾ ശ്രദ്ധയോടെ ചേർന്ന് വന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഓൺലൈനായി പല ആളുകൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. എങ്കിലും നിങ്ങൾ ഫിസിക്കലി പ്രസൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചിന്തകൾക്ക് ഞാൻ തലക്കെട്ട് നൽകിയിരിക്കുന്നത് അവിഹിതമായ കോപങ്ങൾ എന്നുള്ളതാണ്. ആങ്കേഴ്സ് വിച്ച് ആർ നോട്ട് അപ്രൈറ്റ്. അവിഹിതമായ കോപങ്ങൾ. ഒരു വീട്ടിൽ മുൻകോപമുള്ള ഒരു മകനുണ്ടായിരുന്നു. അപ്പനും അമ്മയും വല്ലാതെ വിഷമിച്ചു. എപ്പോഴും കോപമാണ്. ഒരു ദിവസം ഈ അപ്പൻ ഈ മകനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരു സഞ്ചി നിറയെ ആണികളും ഒരു ചുറ്റികയും കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനിയും നിനക്ക് എപ്പോൾ കോപം വന്നാലും ആ കാണുന്ന മതിലിൽ ഒരാണി അടിക്കണം. മകൻ ആദ്യ ദിവസം തന്നെ 50-ലധികം ആണികൾ ഈ മതിലിൽ അടിച്ചു കഴിഞ്ഞു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അടിക്കുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒടുവിൽ മകൻ അപ്പൻ്റെ അടുക്കൽ വന്ന്, അപ്പാ, എൻ്റെ കോപം നന്നായി ശമിച്ചിരിക്കുന്നു, ഇനി ആണികൾ ആവശ്യമില്ല എന്ന് അപ്പനോട് പറഞ്ഞു. അപ്പോൾ ഈ അപ്പൻ മകനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആദ്യ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നീ മതിലിൽ അടിച്ചു കയറ്റിയ ആണികളെല്ലാം പറിച്ചെടുക്കണം. മകൻ ആ ജോലിയും ചെയ്യാനായി തുടങ്ങി. ചില ദിവസങ്ങളെടുത്ത് മുഴുവൻ ആണികളും അവൻ പറിച്ചെടുത്തു. അവൻ വല്ലാതെ ക്ഷീണിതനായി. അപ്പൻ മകനെ അഭിനന്ദിച്ചു. അപ്പൻ മകനെയും കൊണ്ട് ഈ മതിലിന് അടുത്തേക്ക് ചെന്നിട്ട് ഈ മകനോട് ഇപ്രകാരം പറഞ്ഞു, ഇനിയും ഈ മതിൽ പഴയതുപോലെ ആക്കാൻ വലിയ പ്രയാസമാണ്. ആണികളുടെ പാടുകൾ ഈ മതിലിനെ വല്ലാതെ വികൃതമാക്കിയിരിക്കുന്നു. മനുഷ്യരുടെ കോപം പലപ്പോഴും ബന്ധങ്ങളെയും മനുഷ്യജീവിതങ്ങളെയും വികലമാക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നതാണ്.
നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ യോനയുടെ കോപത്തെക്കുറിച്ച് നിരന്തരമായ പരാമർശമുണ്ട്. കോപം എന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് സം പീപ്പിൾ ആർ റിയലി ഹോട്ട് ഹെഡഡ്. അവരെ മുൻകോപികൾ എന്നാണ് വിളിക്കുന്നത്. മൂക്കത്താണ് കോപം എന്നൊക്കെ പറയാറുണ്ട്. ചിലർ കോപമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാറില്ല. അവർ മനസ്സിലത് സൂക്ഷിക്കുകയും സമൂഹത്തിൽ നിന്ന് മാറി അത് വെറുപ്പായി രൂപാന്തരപ്പെടുകയും അവരുടെ ശാരീരിക രോഗത്തിന് കാരണമാവുകയും ചെയ്യും. സം പീപ്പിൾ ഗെറ്റ് ആംഗ്രി ബട്ട് ദേ വെർ ഏബിൾ ടു മാനേജ് ഇറ്റ്. ചിലർക്ക് വല്ലാതെ കോപം വരും, എന്നാൽ കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവും അവർക്കുണ്ട്. ആങ്കർ ഈസ് നോട്ട് ഓൾവേസ് ബാഡ്. ഇറ്റ് ഈസ് എൻ ഇമോഷൻ which could be managed and controlled. കോപം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. അതിനെ നിയന്ത്രിക്കാനും അതിനെ വരുതിയിൽ നിർത്താനും കഴിഞ്ഞാൽ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആളുകൾ കോപിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. Some people get angry because of unmet needs. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പലരും കോപാകുലരാകും. ചിലരുടെ ഭയമാണ് കോപത്തിന് കാരണം, ദ ഫിയർ ഫാക്ടർ. നമ്മൾ അതിരുകൾ എന്ന് കരുതുന്നത് മറ്റുള്ളവർ ലംഘിക്കുമ്പോൾ നമുക്ക് കോപം വരും. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തടസ്സം നിൽക്കുന്ന എന്തിനോടും കോപം വരാൻ സാധ്യതയുണ്ട്. യോന became angry. യോന ഈ 4-ാം അധ്യായത്തിൽ ഉടനീളം കോപാകുലനാകുന്നത് വിവിധ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവം അതിനെ വിളിക്കുന്നത് അവിഹിതമായ കോപം എന്നാണ്, വിഹിതമല്ലാത്ത കോപം എന്നാണ്. ദി ആങ്കേഴ്സ് വിച്ച് ആർ നോട്ട് അപ്രൈറ്റ്. 9-ാം വാക്യം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡു യു ഹാവ് എ ഗുഡ് റീസൺ ടു ഗെറ്റ് ആംഗ്രി? നിനക്ക് കോപിക്കാൻ മതിയായ ഒരു കാരണമുണ്ടോ? അതിൻ്റെ മറ്റൊരു പരിഭാഷ, ഡു യു ഹാവ് എനി റൈറ്റ് ടു ഗെറ്റ് ആംഗ്രി? നീ കോപിക്കുന്നത് വിഹിതമാണോ? 1-ാം വാക്യം മറ്റൊരു രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം വാക്യത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. എബ്രായ ഭാഷയിൽ ഈ അനിഷ്ടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം നിനവയുടെ ദുഷ്ടത കണ്ടു എന്ന് പറഞ്ഞ അതേ വാക്കുപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോനയുടെ ഉള്ളിലേക്ക് നിനവയെപ്പോലെ ഈവിൾ വന്നു, അങ്ങനെ യോനയ്ക്ക് കോപം വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ ദുഷ്ടതയ്ക്ക് തീ പിടിച്ചു എന്ന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. യോനയുടെ ഉള്ളിലെ ദുഷ്ടതയ്ക്ക് തീ പിടിച്ചപ്പോൾ യോനയ്ക്ക് കോപം വരികയാണ്. അതുകൊണ്ട് കോപാകുലനായ യോനയെ ഈ അധ്യായം മുഴുവൻ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് കോപം വന്നാൽ ഹൗ ഡു വൺ റെസ്പോണ്ട്? സം പീപ്പിൾ ഷൗട്ട്, ഉറക്കെ ശബ്ദമുണ്ടാക്കും. സം പീപ്പിൾ ആക്ട് അഗ്രസീവ്ലി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. സം പീപ്പിൾ ഇഗ്നോർ അതർ പീപ്പിൾ, മറ്റുള്ളവരെ ഒഴിവാക്കി പോകുന്നവരുണ്ട്. സം പീപ്പിൾ ഹൈഡ് ആങ്കർ ഫ്രം അതർ പീപ്പിൾ, മറ്റുള്ളവരെ കാണിക്കാതെ കോപത്തെ മൂടി വയ്ക്കാൻ ചിലർക്കെങ്കിലും സാധിക്കും. സം പീപ്പിൾ ടേൺ എഗെയിൻസ്റ്റ് ദംസെൽസ് ആൻഡ് ഹാം ദംസെൽസ്, സ്വന്തമായി ഉപദ്രവിക്കാനും മുറിപ്പെടുത്താനും ശ്രമിക്കുന്നവരുണ്ട്. ഇവിടെ യോനയ്ക്ക് കോപം വന്നപ്പോൾ അത് ദുഷ്ടതയായി അവൻ്റെ ഉള്ളിൽ വളരുകയാണ്. ഹി വാണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അവൻ പറയുന്നത്, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള കോപം വളർന്ന് ദുഷ്ടതയായി തീർന്ന് മരണത്തിലേക്ക് പോലും അവനെ നയിക്കത്തക്കവണ്ണം ഇടയാവുകയാണ്. വേദപുസ്തകത്തിൽ കോപം എന്നത്
മനുഷ്യരുടെ സഹജമായ ഒരു വികാരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ കോപത്തെ രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക് സാധിക്കും. There are two primary types of anger in the Bible. One is righteous anger. The other one is unrighteous anger. വിഹിതമായ കോപവും വിഹിതമല്ലാത്ത കോപവും വേദപുസ്തകത്തിലുണ്ട്. വളരെ അഹങ്കാരം നിറഞ്ഞതും ആക്രമണോത്സുകവുമായി തീരാൻ സാധ്യതയുള്ളതുമാണിത്. ഇതിന് വേദപുസ്തകത്തിൽ പല ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സങ്കീർത്തനം 4-ാം സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നടുങ്ങുവിൻ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം വെൻ യു ഗെറ്റ് അപ്സെറ്റ് എന്നാണ്. നീ കോപമുള്ളവനാകുമ്പോൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കോപിക്കാൻ താമസിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീകങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളമുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്കത് കാണാനായി സാധിക്കും. കോപത്തെ ക്രമീകൃതമായി നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 37-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കോപം, അത് മുൻകോപം അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പിലെ കോപം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഈ കോപം ദുഷ്ടതയായി വളർന്നാൽ ക്രോധമായി തീരാൻ സാധ്യതയുണ്ട്. അതിനെ പക വീട്ടാനുള്ള പോയിസൺ എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ കോപം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് സംഭവിക്കുന്നതാണ്. ക്രോധം അത് വളർന്ന് പക വീട്ടാനുള്ള ഒരു അനുഭവമായി തീരുമ്പോൾ അതിനെ ക്രോധം എന്ന് വിളിക്കാം. സദൃശ്യവാക്യങ്ങൾ 29-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: കോപമുള്ളവർ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവർ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. എഫേസ്യർ 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ എന്ന് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം കായീനോട് ചോദിക്കുന്നുണ്ട്: കായീനെ, നീ എന്തിനാ കോപിക്കുന്നത്? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം. കോപം വന്നാൽ അത് പാപമായി തീരാതെ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും നല്ല ശ്രദ്ധയുണ്ടാവണം. നമ്മൾ അതിനെ ജയിക്കുന്നില്ലെങ്കിൽ അത് പാപമായി തീരാൻ സാധ്യതയുണ്ട്. യേശു കർത്താവിൻ്റെ പല വികാരങ്ങളും വേദപുസ്തകത്തിലുണ്ട്. മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ച് കോപത്തോടെ അവരെ നോക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങളിലും യേശു കർത്താവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തിൽ കോപാകുലനായ കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. സർപ്പസന്തതികളെ എന്ന് വിളിക്കുമ്പോൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ഒരു റൈച്ചസ് ആങ്കർ, നീതിയുള്ള കോപത്തെ നമുക്ക് കാണാനായി സാധിക്കും. ഇത് വേദപുസ്തകം കോപത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 4-ാം അധ്യായം ആരംഭിക്കുന്നത് യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. യോന നിനവക്കാരുടെ ദുഷ്ടതയ്ക്ക് എതിരെ പ്രസംഗിച്ചു. അവർക്ക് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ നിനവക്കാർ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും മോചനം പ്രാപിച്ച് അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു. എന്നാൽ ഈ മടങ്ങി വരവ് യോനയ്ക്ക് കോപമുണ്ടാക്കി തീർത്തു. മടങ്ങി വന്നത് യോനയുടെ ഹൃദയത്തിൽ ദുഷ്ടതയായി വളരുകയാണ്. ഇത് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമുക്ക് യോനയോടൊന്ന് ചോദിക്കാം: യോനായെ, നീ എന്തിനാ കോപിക്കുന്നത്? വൈ ഡു യു ഗെറ്റ് ആംഗ്രി? നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിച്ചു. ജനം മടങ്ങി വന്നു, അനുതപിച്ചു. 3-ാം അധ്യായം മുഴുവൻ
നിനവയുടെ ജനങ്ങളുടെ അനുതാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വലിയ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. അവിടെ നമ്മൾ കാണേണ്ടത്, ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ മനുഷ്യരുടെ കാര്യം മാത്രമല്ല, മൃഗങ്ങൾ പോലും ഉപവാസത്തിലൂടെ കടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ചേർന്നുള്ള ഒരു ഉപവാസം സാധ്യമായി. അവിടെയാണ് മടങ്ങി വരവ് സാധ്യമായി. അവർ ദൈവത്തെ ആരാധിക്കാനായി തുടങ്ങി. പക്ഷെ ഇത് യോനയിൽ കോപമാണ് ഉണ്ടാക്കിയത്. യോന കോപിക്കാനായി തുടങ്ങി. യോനായുടെ പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ വിവിധ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ഈ യോനയുടെ ക്യാരക്ടർ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ജോന ആസ് എ നെഗറ്റീവ് പേഴ്സൺ, വളരെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായി യോനയെ വായിച്ചിട്ടുണ്ട്. രണ്ട്, യോന ആസ് എ സിമ്പിൾ ഓർഡിനറി പേഴ്സൺ. ഏത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇത്തരം കോപത്തിൻ്റെ അനുഭവങ്ങൾ, ഇത്തരം നിഷേധാത്മക അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യോന സാധാരണക്കാരുടെ പ്രതിനിധിയാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില ആളുകളെങ്കിലും യോനയെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായി കാണുന്നുണ്ട്. അതിൻ്റെ കാരണം യോന യഹൂദർക്കു വേണ്ടി നിലനിന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഹൂദരുടെ സ്വത്വത്തെയും യഹൂദരുടെ പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ യോന വല്ലാതെ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാവാം യോനയെ ഒരു പോസിറ്റീവ് ക്യാരക്ടറായി വായിക്കുന്നത്. അതുകൊണ്ട് ഈ രാവിലെ സമയം നമുക്ക് വേദപുസ്തകത്തിലേക്ക് അല്പം ആഴത്തിലൊന്ന് നോക്കാം. യോനയുടെ കോപത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, യോന വാസ് എ നാഷണലിസ്റ്റ് പ്രോഫറ്റ്. യോന ഒരു ദേശീയവാദിയായ പ്രവാചകനായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായുള്ള ഒരു രാജ്യവും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് യോനയ്ക്ക് ഇഷ്ടമല്ല. യോനയുടെ കോപം വർദ്ധിച്ചത് നിനവക്കാർ മടങ്ങി വന്നു എന്നുള്ളതുകൊണ്ടും നിനവയ്ക്കെതിരെ ദൈവം കൽപ്പിച്ചിരുന്ന ന്യായവിധി നടന്നില്ല എന്നതുകൊണ്ടുമാണ്. യോനയ്ക്ക് നിനവക്കാർ രക്ഷപ്പെടണം എന്നുള്ളത് യോനയുടെ അജണ്ടയല്ല. കാരണം നിനവ പട്ടണം അസീറിയയുടെ തലസ്ഥാനമാണ്. അസീറിയ 722 ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന് എന്നും ഒരു ഭീഷണിയായിരുന്നു അസീറിയൻ രാജ്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, യൊരോബെയാം രാജാവിൻ്റെ കാലത്ത് യോനാ പ്രവാചകൻ പ്രവചനം നടത്തിയെന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോനയുടെ പ്രവചനത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അസീറിയയുടെ ആധിപത്യത്തിൻ്റെ സമയമാണ്. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ താൻ എന്തുകൊണ്ടാണ് തർശീശിലേക്ക് ഓടിപ്പോയത് എന്ന് യോന പറയുന്നുണ്ട്. താൻ പ്രസംഗിച്ചാൽ നിനവക്കാർ മടങ്ങി വരും, മനം തിരിയും എന്നും ദൈവം വരുത്തും എന്ന് പറഞ്ഞ ന്യായവിധി സംഭവിക്കില്ല എന്നും യോനയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതാണ് യോനയുടെ പ്രശ്നം. അതുകൊണ്ട് യോന പ്രസംഗിക്കാതെ ഓടിപ്പോയി. ആത്യന്തികമായി യോനയുടെ ആഗ്രഹം നിനവക്കാരുടെ മാനസാന്തരമല്ല, നിനവക്കാരുടെ നാശമാണ്. അതിന് കാരണം യോന ഇസ്രായേലിനെ വല്ലാതെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇതൊരു വലിയ കോൺട്രഡിക്ഷനാണ്, വളരെ കോംപ്ലക്സിറ്റിയാണ്. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കണമെങ്കിൽ ആരെ വെറുക്കണം? പാകിസ്ഥാനെ വെറുക്കണം. അല്ലാതെ എനിക്ക് ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റില്ല. മറ്റ് അയൽ രാജ്യങ്ങളെ ഞാൻ വെറുക്കണം. അപ്പോഴാണ് ഞാനൊരു ദേശീയവാദിയാകുന്നത്. യോനയുടെ ലോജിക്കും നമ്മുടെ ലോജിക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മൾ കോപിക്കുന്നതും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കപ്പലിൽ വെച്ച് കപ്പിത്താൻ ചോദിക്കുന്നു, യോനയെ നീ ആരാണ്? യോന പറയുന്നത്, ആദ്യം പറയുന്നത് എന്താണ്? ഞാനൊരു എബ്രായനാണെന്നാണ് പറയുന്നത്. ഞാനൊരു എബ്രായൻ എന്ന് പറഞ്ഞാൽ യോന തൻ്റെ സമുദായത്തെക്കുറിച്ച് വല്ലാതെ ബോധ്യമുള്ളവനാണ്. പിന്നീടാണ് താൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു മൾട്ടി എത്നിക്, എ പ്ലൂറൽ സ്റ്റേറ്റാണ്. അനവധി ഭാഷകൾ, അനവധി സംസ്കാരങ്ങൾ, അനവധി വ്യത്യസ്തതകൾ
ഇതിൻ്റെ നടുവിലാണ് നാം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത്. ആരെയും വെറുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ വെറുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നാം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് അപകടകരമായ കാര്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മെ സ്നേഹിക്കുമ്പോഴും നമുക്ക് സാധിക്കണം. യോനയ്ക്ക് പറ്റിയ അപകടവും അതുതന്നെയാണ്. യോന ബിക്കെയിം എ നാഷണലിസ്റ്റ് പ്രോഫറ്റ്. അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും. ഇത് യഹൂദൻ്റെ മനഃശാസ്ത്രത്തിലുള്ളതാ. അത് നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. യഹൂദർ എപ്പോഴും തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് വല്ലാതെ അഭിമാനിച്ചിരുന്നു. അതിൻ്റെ കാരണം മറ്റുള്ളവരെ വെറുക്കാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ചില വർഷങ്ങൾക്ക് മുൻപാണ് കത്തുവയിൽ 8 വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നത്. അവളെ പീഡിപ്പിച്ച് കൊന്നതിൻ്റെ കാരണം കാമവികാരങ്ങളായിരുന്നില്ല, മറിച്ച് ആ കുട്ടിയുടെ മതവും വംശവുമായിരുന്നു. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. സമുദായത്തെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹത്തിന് 2ാം സ്ഥാനം കൊടുക്കുന്നു. നമ്മുടെ സ്നേഹം ആരോടാണ്? നമ്മുടെ സമുദായത്തോടാണ്, പക്ഷെ ദൈവത്തോടല്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ഒരുപോലെയാണ്. യോനയുടെ കോപത്തിന് കാരണം അവൻ ഒരു ദേശീയവാദിയായിരുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ സമുദായത്തെയും തങ്ങളുടെ വിശ്വാസത്തെയും അമിതമായി സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇത് അപകടകരമായ കാര്യമാണ്. ഉടനെ കേൾക്കുന്ന ദൈവമക്കളെ, യോനയുടെ കോപത്തിൻ്റെ 1ാമത്തെ കാരണം അവൻ ദേശീയവാദിയായിരുന്നു എന്നുള്ളതാണ്. 2ാമത്തെ യോനയുടെ കോപത്തിൻ്റെ കാരണം, യോനയുടെ കോപം ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്നവരുടെ കോപമാണ്. The anger is from the people who privatize God. യോനയുടെ കോപത്തിൻ്റെ കാരണം ദൈവം കരുണയും മഹാദയും ഉള്ളവനാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മടങ്ങി വരവിനും രക്ഷയ്ക്കും കാരണമാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പോക്കറ്റിലാണെന്നും ദൈവം തന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും മറ്റാരുടെ പോക്കറ്റിലേക്കും ദൈവം ഒരിക്കലും പോകരുതെന്നും ആഗ്രഹിക്കുന്നവരുടെ കോപമാണിത്. ഗോഡ് ഈസ് അണ്ടർ ദി ത്രെട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ. ദൈവം ഇന്ന് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭീഷണിയിലാണ്. ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കൂടി വരുന്നു. ആരാണ് ഈ ദൈവം? നമുക്ക് നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കണം ഇത്. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമുക്കിഷ്ടം. അങ്ങനെ അല്ലാത്ത ഒരു ദൈവത്തിന് നമുക്ക് താല്പര്യമില്ല. ദൈവം യോനയുടെ കോപത്തിന് കാരണം യോന പറഞ്ഞതുപോലെ, യോന ആഗ്രഹിച്ചതുപോലെ ദൈവം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ യോനയോട് ദൈവം പറഞ്ഞു, നീ പോയി നിനവയ്ക്കെതിരെ പ്രസംഗിക്കണം. നീ നിനവയ്ക്കെതിരെ പ്രസംഗിച്ച് അവർ അത് അനുസരിക്കുന്നില്ലെങ്കിൽ ഉന്മൂലനാശം വരുത്തും, അവരെ നശിപ്പിച്ച് കളയും. അപ്പോൾ യോനയുടെ ആഗ്രഹവും ഇത് തന്നെയാണ്. താൻ പോയി പ്രസംഗിക്കണം, പ്രസംഗിച്ചിട്ട് നിനവക്കാർ അത് കേൾക്കാതെ ഇരിക്കണം. നിനവക്കാർ അങ്ങനെ കേൾക്കാതെ ഇരിക്കുമ്പോൾ ദൈവം വലിയ ന്യായവിധി വരുത്തും. ആ ന്യായവിധിയിലാണ് യോനയുടെ പ്രതീക്ഷ. അങ്ങനെ ന്യായവിധി വരുത്തുമെന്ന് പ്രതീക്ഷിച്ച ദൈവം ന്യായവിധി ചെയ്യാതെ ഇരുന്നപ്പോൾ യോനയ്ക്ക് കോപം വന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് കോപം വരും. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് സ്വർണ്ണ കാളക്കുട്ടിയുടെ ഉണ്ടായി വന്ന സാഹചര്യമാണ്. അപ്പോൾ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. മോശ തിരിച്ചു വരുന്നില്ല. ജനമെല്ലാം അഹരോൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. നമുക്കിന്ന് ആവശ്യം ഇത്തരം ദൈവങ്ങളാണ്. നമ്മുടെ മുൻപിൽ
നമ്മൾ പറഞ്ഞത് കേട്ട് നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം. അങ്ങനെയല്ലാത്ത ദൈവത്തെ നമ്മൾ വെറുക്കും. ആ ദൈവത്തിനെതിരെ കോപം വരും. നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്, ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്നവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് പറയുന്നത്, ഐ വിൽ ബ്ലോക്ക് യുവർ പ്രോസ്പെറിറ്റി എന്ന് പറയാൻ കെൽപ്പുള്ള ആളുകൾ ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ രോഗം മാറുമെങ്കിൽ നിന്റെ പ്രോസ്പെറിറ്റിയെ ബ്ലോക്ക് ചെയ്യാനും എനിക്ക് കഴിയും. ആരാ പറയുന്നത്? ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്നവരാണ്. എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്കെല്ലാം കിട്ടും എന്ന് പറയുന്നത് ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ദൈവം, അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ കോപം വരുന്ന ആത്മീകത. തോമസ് മാത്യു സാർ കഴിഞ്ഞ ന്യൂ വിഷനിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന ദൈവം എന്ന അപകടകരമായ അവസ്ഥ ഇന്ന് ദൈവത്തിന് വന്നു ചേർന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചു നമ്മൾ ദൈവത്തെ കുട്ടിച്ചാത്തന്മാരുടെ പരുവത്തിലാക്കിയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ കുട്ടിച്ചാത്തന്മാരുടെ പരുവത്തിലാക്കിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ആത്മീകതയുടെ അപകടകരമായ അവസ്ഥ. ഗോഡ് ഈസ് അണ്ടർ ദ ത്രെട്ട് ഓഫ് പ്രൈവറ്റൈസേഷൻ. ദൈവത്തെ സ്വകാര്യവൽക്കരിക്കുന്ന ഭീഷണി നേരിടുകയാണ് ദൈവം. ഞാൻ മുൻപോട്ട് പോകട്ടെ. മൂന്നാമത്തെ യോനയുടെ കോപത്തിന് കാരണം ദൈവത്തെ ഒരു ഉപഭോഗ വസ്തുവാക്കുന്നവരുടെ കോപമാണിത്. ജോന was a religious consumer. This anger is from the people who follow God for their gains and consumptions. ദൈവത്തിൽ നിന്ന് ദൈവത്തെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്നവരുടെ കോപമാണിത്. യോനയുടെ പുസ്തകം പരിശോധിച്ചാൽ ഒരേ ഒരു സന്ദർഭത്തിലാണ് യോനയ്ക്ക് സന്തോഷമുണ്ടായത്. ഈ പുസ്തകത്തിൽ ഉടനീളം യോന സന്തോഷിച്ചിട്ടില്ല. ഒറ്റ കാര്യത്തിലാണ് യോനയ്ക്ക് സന്തോഷം. അത് വലിയ സന്തോഷമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അത്യന്തം സന്തോഷമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ്? ആവണക്കുണ്ടായി വന്നപ്പോൾ. ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസില്ലായിരുന്നു. ആവണക്ക് പോയപ്പോൾ സന്തോഷവും പോയി. ദൈവാനുഭവങ്ങളെ താൽക്കാലിക നേട്ടങ്ങളായി നോക്കിക്കാണുന്നവരുടെ കോപമാണിത്. ദൈവാനുഭവങ്ങളെ താൽക്കാലിക നേട്ടങ്ങൾക്കായി നോക്കിക്കാണുന്നവരുടെ, ഉപയോഗിക്കുന്നവരുടെ ആത്മീകതയാണിത്. ക്രൈസ്തവ വിശ്വാസങ്ങളെ നേട്ടങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്ന അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. When we worship God, what do we get എന്ന് ചോദിക്കുന്നവരുണ്ട്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദൈവവുമായുള്ള ബന്ധം എന്തു കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്നവരുണ്ട്. യോന ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോഴാണ്. നമുക്കറിയാം, അതുവരെ ഓടിപ്പോയവനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചവരും എല്ലാം ഉണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ യോനയ്ക്ക് മനസ്സിലായി ഇനി വേറൊരു മാർഗമില്ല. അപ്പോൾ ദൈവത്തെ വിളിക്കണം എന്ന് തോന്നി. അങ്ങനെ ദൈവത്തെ വിളിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം താൽക്കാലിക നേട്ടങ്ങൾക്കായി ദൈവത്തെ വിളിക്കുന്നവരുടെ അനുഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇസ് ഇറ്റ് ഗോഡ് ഫോർ ആർ ടെമ്പററി കൺസംഷൻസ്? നമ്മുടെ താൽക്കാലികമായ ഉപഭോഗങ്ങൾക്കാണോ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്? ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ച യോന ആവണക്ക് പോയപ്പോൾ കോപാകുലനായി മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് പോയാൽ കോപിക്കുമെങ്കിൽ നമ്മുടെ ആത്മീകതയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ആത്മീകത വികലമായ ആത്മീകതയാണ്. ദൈവത്തെ നമ്മൾ പിൻപറ്റുന്നത് എന്തോ കിട്ടാനായിട്ടാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചെറിയ കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു പെൺകുട്ടി ഒരു പള്ളിയുടെ മുൻപിലുള്ള
യേശു കർത്താവിൻ്റെ പ്രതിമയുടെ മുൻപിൽ വന്ന് എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി പ്രാർത്ഥന കഴിഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഒരു കടലാസ് അതിലെന്തൊക്കെയോ എഴുതി അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇത് നിരന്തരമായി ശ്രദ്ധിച്ച പള്ളിയിലെ പട്ടക്കാരൻ ഒരു ദിവസം ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് അവളോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്തുവാ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ വന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു പേപ്പറിൽ ഇവിടെ എഴുതിയിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഈ അച്ഛൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ അങ്ങനെ എഴുതിയിട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ജീവിതത്തിൽ? അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടിയോ? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഒരു ഉത്തരവും ഇതുവരെ കിട്ടിയില്ല. ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഇതുവരെ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ ദിവസവും ഇത് ചെയ്യുന്നത്? അപ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയില്ലെങ്കിലും എനിക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല, ബട്ട് വെൻ ഐ ആം ഇൻ ക്രൈസിസ് ഐ ഹാവ് എ പ്ലേസ് ടു ഗോ. എനിക്ക് പോകാൻ ഒരിടമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വൈ ഡു വി വർഷിപ്പ് ഗോഡ്? വൈ ഡു വി പ്രേ? നമ്മുടെ ആത്മീയത പലപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന ഭൗതികമായ ചില അടയാളപ്പെടുത്തലുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നത് കൊണ്ടാണെങ്കിൽ വളരെ അപകടകരമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ കാരണം ഈ വേദഭാഗം നമ്മോട് പറയുന്നത്, യോനയുടെ കോപത്തിൻ്റെ നാലാമത്തെ കാരണം യോന അണിഞ്ഞിരിക്കുന്ന മൂടുപടങ്ങളാണ്. ജോനാസ് ആങ്കർ ഇസ് എ റിസൾട്ട് ഓഫ് ദി മാസ്ക്സ് ദാറ്റ് ജോന വെയർസ്. ഈ 4-ാം അധ്യായം ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ എത്ര തരത്തിലുള്ള യോനയെ നമുക്ക് കാണാം, എത്ര മൂടുപടങ്ങളിട്ട യോനയെ നമുക്ക് കാണാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കോപിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പ്രശംസിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. ആ വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള യോനയെ നമ്മൾ കാണുന്നുണ്ട്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സങ്കടപ്പെടുന്ന യോനയെ നമ്മൾ കാണുന്നു. 4-ാം അധ്യായത്തിൽ നിനവയുടെ നാശം കാണാൻ ആഗ്രഹിച്ച യോനയെ നമ്മൾ കാണുന്നു. 7-ാം വാക്യത്തിൽ ലഭിച്ച നന്മകൾക്ക് വല്ലാതെ സന്തോഷിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു സൃഷ്ടിക്ക് ആഹാരമായി തീർന്നപ്പോൾ കോപിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. 9-ാം വാക്യത്തിൽ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ ധൈര്യം ഇല്ലാതെ ഇരിക്കുന്ന യോനയും മറ്റുള്ളവരുടെ നന്മയെ കാണാൻ ആഗ്രഹിക്കാത്ത യോനയും നമ്മൾ കാണുന്നു. ശരിക്കും ഈ യോന ആരാ? ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. എത്ര മൂടുപടങ്ങളുണ്ട് യോനയ്ക്ക്? ഇതെല്ലാം യോനയിൽ നമ്മൾ കാണുകയാണ്. കേൾക്കുന്ന ദൈവമക്കളെ, മൂടുപടങ്ങൾ നമ്മുടെ കോപത്തിന് കാരണമാവാം. We wear several masks at several times. പല അവസരങ്ങളിൽ പല മൂടുപടങ്ങൾ ധരിക്കുന്നവരാണ് നമ്മൾ, യോനയെപ്പോലെ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവമക്കളെ. ഈ പച്ചയായ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ സാഹചര്യങ്ങളിലും പച്ചയായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂടുപടങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക. നമ്മൾക്ക് പല മൂടുപടങ്ങളാണ്. പള്ളിയിൽ വരുമ്പോൾ ഒരു മൂടുപടമുണ്ട്, വീട്ടിൽ മറ്റൊരു മൂടുപടമുണ്ട്, മറ്റ് ആളുകളോട് ഇടപെടുമ്പോൾ മറ്റൊരു മൂടുപടമുണ്ട്, മറ്റ് സമുദായക്കാരാണെങ്കിൽ വേറൊരു മൂടുപടമുണ്ട്. കോപത്തിൻ്റെ മൂടുപടങ്ങൾ, സന്തോഷത്തിൻ്റെ മൂടുപടങ്ങൾ, സങ്കടത്തിൻ്റെ മൂടുപടങ്ങൾ. ഇതിൻ്റെ എല്ലാം അവസാനമെന്ന് പറയുന്നത് വിഹിതമല്ലാത്ത കോപങ്ങളാണ്. വിഹിതമല്ലാത്ത കോപങ്ങൾ, മൂടുപടങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുക ഇത്തരം കോപങ്ങളിലാണ്
എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. യോനയുടെ കോപത്തിന് കാരണം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൗത്യത്തിൽ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നവരുടെ കോപമാണ്. The one who believes in God but not interested in the mission of God. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മനസ്സിനെ സ്വീകരിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നവരുടെ കോപമാണിത്. വളരെ മനോഹരമായി അവസാനത്തെ വാക്യത്തിൽ ദൈവം യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോനായെ, നീ ഇത്രത്തോളം കോപിക്കുന്നല്ലോ, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 120,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? യോനയ്ക്ക് തോന്നാതിരുന്നൊരു അയ്യോ ഭാവം മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ് യോനയ്ക്കില്ലാതെ പോവുകയാണ്. ഈ നമ്മുടെ ഒരു ആത്മീയതയുടെ ഒരു പ്രത്യേകത, എനിക്കങ്ങ് സ്വർഗത്തിൽ പോകണം, വേറെ ആരും പോയില്ലെങ്കിലും എൻ്റെ പ്രശ്നമല്ല. എങ്ങനെയും അങ്ങ് പോകാൻ പറ്റിയാൽ, അത് എന്ത് കുറുക്ക് വഴി എടുത്തായാലും പോകാൻ പറ്റിയാൽ നമുക്ക് സന്തോഷമാണ്. വേറെ ആരും പോയില്ലെങ്കിലും നമ്മുടെ പ്രശ്നമല്ല അത്. ദൗത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കാൻ നമ്മുടെ ഇടങ്ങൾ എന്താണ്? നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, അവരുടെ നന്മ, ഇതിനൊക്കെയാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുക. അത് പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ ചുറ്റുപാടും വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ ഉള്ളവരുടെ നാശത്തെക്കുറിച്ച് നമുക്ക് വിചാരമില്ലെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ് എന്ന് യോനയുടെ പുസ്തകം നമ്മോട് പറയുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് എപ്പോഴും നഷ്ടപ്പെട്ടവരെ കുറിച്ചാണ്. അത് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചു പോയ ദൈവത്തെയാണ് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. യേശു കർത്താവിൻ്റെ ജീവിതകാലത്ത് നമ്മൾ മനോഹരമായി യേശു കർത്താവിനെ മനസ്സിലാക്കുന്നത് അവൻ്റെ പ്രവർത്തന മേഖല യഹൂദരുടെ ഇടയിൽ മാത്രമല്ലായിരുന്നു. യഹൂദരുടെ ഇടയിലും മറ്റു സമൂഹങ്ങളുടെ ഇടയിലും ദൈവസ്നേഹത്തെ രുചിച്ചറിയാൻ കഴിയാത്തവരെ തേടിപ്പോയ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്തൊക്കെയാണ്? ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയിട്ട് അത് പങ്കുവയ്ക്കാൻ കഴിയാതെ ഇരിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ്. അങ്ങനെയുള്ളവരുടെ കോപത്തെക്കുറിച്ചാണ് യോനയുടെ കോപം നമ്മോട് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ പോകുന്നു. എന്താണ് ദൈവത്തിൻ്റെ മനസ്സ്? അത് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവാണ്. ആ ദൈവികമായ മടങ്ങിവരവിന് കാരണമായി തീരുന്നവരോട് പോലും നമ്മൾ കോപിക്കുകയാണ്. യോനയുടെ കോപത്തെ അത്തരത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മനസ്സാന്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്? ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എന്താണ്? അതുപോലെ ഞാൻ ആ ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ആ സ്നേഹത്തെ പങ്കുവയ്ക്കാനുള്ള ദൗത്യവും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് പങ്കുവച്ച് ദൈവത്തിങ്കലേക്ക് മനുഷ്യർ മടങ്ങി വരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. പക്ഷേ അതിനവസരമുണ്ടായിട്ടും ചെയ്യാതെ ഇരിക്കുന്നത് അപകടകരമായ അവസ്ഥയാണ്. മനുഷ്യരെ ദൈവത്തിങ്കിൽ നകറ്റുന്ന തിന്മ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അത്തരം പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നവരായി നമ്മൾ തീരണം. അത് സാധ്യമാകുമ്പോഴാണ് നമുക്ക് ദൈവസ്നേഹം പങ്കുവയ്ക്കാനായി സാധിക്കുക. പലപ്പോഴും നമ്മുടെ ഈ ദൗത്യം വളരെ ഒരാളോട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നത് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുകയാണ്.
അത് പറയണം, അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനപ്പുറമായി ഇന്ന് നിലനിൽക്കുന്ന തിന്മ ശക്തികളോടുള്ള നമ്മുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയുമുണ്ട് ദൗത്യം നമുക്ക്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഇടങ്ങളെ അവഗണിക്കുന്നത് വളരെ അപകടകരമാണ്. അതിൽ ദൈവത്തിന് വലിയ മനസ്താപമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളും. ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. യോനയുടെ കോപത്തെ ദൈവം നേരിടുന്നത് കാരുണ്യം കൊണ്ടാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ സത്ത. യോനയുടെ കോപത്തെ ദൈവം നേരിടുന്നത് കാരുണ്യം കൊണ്ടാണ്. Jonah's anger was confronted by God's compassion. ഇത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു മോഡലാണ്. തർസീസിലേക്ക് യോന ഓടിപ്പോയപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ച് കളയേണ്ടതായിരുന്നു. കാരണം ദൈവനിഷേധിയാണ്. ദൈവനിഷേധിയായി തർസീസിലേക്ക് ഓടിപ്പോയതാണ്. ദൈവത്തെ അനുസരിക്കാതെ ഓടിപ്പോയതാണ്. പോയ പോലെ പോട്ടെ എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം അവൻ്റെ പിന്നാലെ പോവുകയാണ്. ദിസ് ഈസ് വാട്ട് ദി നേച്ചർ ഓഫ് ഗോഡ്, ദി എസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ഇതാണ്. നഷ്ടപ്പെടുന്നവരെക്കുറിച്ചുള്ള കാരുണ്യമാണ് ദൈവത്തിൻ്റെ സത്ത. ഒരുപക്ഷേ സമുദ്രത്തിലെ ആപത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കേണ്ടതായിരുന്നു. അതും ഒരുപക്ഷെ നമ്മൾക്ക് സന്തോഷം തരുന്നതാണ്. അവൻ അഹങ്കരിച്ച് പോയതല്ലേ, അവൻ തീർന്നു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ആത്മീയതയും നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ പറഞ്ഞ സുവിശേഷം അവൻ കേട്ടില്ലല്ലോ, അവൻ പോയി ചാവട്ടെ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ദൈവം അവനെ അങ്ങനെ വിട്ടുകളയുന്നില്ല. സമുദ്രത്തിലെ ആപത്തിൽ അവൻ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു വലിയ മത്സ്യം അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകമായി. ആ വലിയ മത്സ്യം യോനയെ ആ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. സമുദ്രവും കരയും വലിയ മത്സ്യവും ആവണക്കുമെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. സമുദ്രം, വലിയ മത്സ്യം, കര, ആവണക്ക്, ഇതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഞാൻ ഇന്നലെ അത് സൂചിപ്പിക്കാനായി ശ്രമിച്ചു. നമ്മൾ ഒരു പണവും കൊടുക്കാതെ അനുഭവിക്കുന്ന എത്ര കാരുണ്യമുണ്ട് ദൈവമക്കളെ. മറക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ശ്വസിക്കുന്ന വായുവിന് എപ്പോഴാണ് നമ്മൾ പണം കൊടുത്തിട്ടുള്ളത്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, എത്ര നാളായി വില കൊടുത്ത് വെള്ളം വാങ്ങിക്കാൻ തുടങ്ങിയിട്ട്? നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. ഇല്ലെങ്കിൽ ഇന്നും അത്തരം വെള്ളമൊക്കെ കുടിക്കാമായിരുന്നു നമുക്ക്. പക്ഷെ അത് സാധിക്കാതെ പോകുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തോട് നമ്മൾ മറുതലിച്ചത് കൊണ്ടാണ്. ആവണക്കിനെ സൃഷ്ടിച്ചാക്കുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, 6-ാം വാക്യത്തിൽ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. യോനയെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുക, യോനയുടെ തലയ്ക്ക് ഒരു തണലുണ്ടാവുക. ഇത്രയും പിന്മാറ്റത്തിലായ, ഇത്രയും കോപിച്ച, ജീവൻ നഷ്ടപ്പെടുത്തണമെന്നാഗ്രഹിച്ച യോനയെ ദൈവം കാരുണ്യം കൊണ്ട് കീഴടക്കുകയാണ്. കാരുണ്യം കൊണ്ട് കീഴടക്കുകയാണ്. തൻ്റെ കാരുണ്യത്തിലൂടെയാണ് ദൈവം മറുപടി നൽകുന്നത്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷ അധികവും ഗലീലയിലായിരുന്നു. നസ്രത്തിൽ നിന്നും നന്മ വല്ലതും വരുമോ എന്ന് നഥനയേൽ ചോദിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഗലീലയിൽ നിന്നും ഒരു പ്രവാചകനും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. യെറ്റ് ഗാലിലി was the place where Jesus spent his time. Galilee of the Gentiles, ജാതികളുടെ സ്ഥലമാണ് ഗലീല എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. Yet Jesus spent most of his time in Galilee. ഇതാണ് കാരുണ്യത്തിൻ്റെ അടയാളം. അവിടെയാണ് കാരുണ്യം നമുക്ക് ലഭ്യമായി തീരുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കാൻ നമുക്കെന്താണ് സാധിക്കാതെ പോകുന്നത്? ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്താൽ ആരെയാണ് സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുക? ആരെയാണ് കരുതാതിരിക്കാൻ നമുക്ക് സാധിക്കുക?
ഡു വി നീഡ് ദി കമ്പാഷൻ ഓഫ് ഗോഡ് ഓർ ദി ആങ്കർ ഓഫ് ജോന? നമുക്കിന്ന് ആവശ്യം ദൈവത്തിൻ്റെ കാരുണ്യമാണോ യോനയുടെ കോപമാണോ? ഈ ചോദ്യം നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടതാണ്. കാരുണ്യത്തിലൂടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയ അനേകരുണ്ട് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ തൊട്ടടുത്തുണ്ട് P.U. തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. P.U. തോമസ് എന്ന് പറയുന്ന മനുഷ്യൻ നവജീവൻ കേന്ദ്രം കോട്ടയത്തുണ്ട്. 200-ലധികം മാനസിക രോഗികളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രം. ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5000-ഓളം ആളുകളുടെ വിശപ്പ് ശമിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? കാരുണ്യം കൊണ്ട് മാത്രമേ ഈ ലോകത്തെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കോപം കൊണ്ടല്ല ലോകത്തെ നേടിയെടുക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, there are 2 types of anger, righteous anger and unrighteous anger. നമ്മൾ പലപ്പോഴും വിഹിതമല്ലാത്ത കോപങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. നീതിയുള്ള കോപങ്ങൾ ഉണ്ടാവേണ്ടിടത്ത് ഉണ്ടാവാതെയും ഇരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മാർഗം നീതിയുള്ള കോപങ്ങളുടെ നടുവിലും കാരുണ്യം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏറ്റവും മനോഹരമായി കാണുന്നത് അതിനപ്പുറമായി ഇനി കാണാനില്ല, കാൽവറിയുടെ മുകളിലാണ്. കാരുണ്യം മാത്രം കാണുന്ന ഒരിടമാണ് കാൽവറി എന്ന് പറയുന്നത്. തന്നെ ഉപദ്രവിച്ചവരോട് പോലും, തൻ്റെ വിലാവിൽ കുത്തിയവരോട് പോലും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന കാരുണ്യത്തിൻ്റെ പൂർണ്ണത കാണുന്നത് നമ്മുടെ കർത്താവിലാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. കോപങ്ങൾ വിഹിതമല്ലാത്തത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വിഹിതമല്ലാത്ത കോപങ്ങളെ കാരുണ്യം കൊണ്ട് കീഴ്പ്പെടുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്കിന്ന് ആവശ്യം ദി കമ്പാഷൻ ഓഫ് ഗോഡ്, നോട്ട് ദി ആങ്കർ ഓഫ് ജോന. ദൈവത്തിൻ്റെ കോപമല്ല, യോനയുടെ കോപമല്ല, ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ആ കാരുണ്യത്തിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.